എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ. കുറെ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടില്ല. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റ് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ബോട്ടിലൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, ഇതൊക്കെ വെറുതെ വെച്ചതാണ്. അപ്പൊ ഇതാ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നുള്ളൂ, ബാക്കി നമ്മൾ നാട്ടിൽ കൊണ്ടിടാന്ന് വിചാരിക്കുന്നു. എല്ലാം നമ്മൾ കുറച്ച് പാക്കിംഗ് ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇനി ബാക്കിയൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നതാണ്. അപ്പൊ ഇത്രയും നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ കുറെ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാം കഴുകിയിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങിയ ശേഷം പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇത് എത്താൻ കുറച്ച് ദിവസം എടുക്കും. കുറച്ച് ദിവസം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്രഷ് ആക്കി ഉണക്കിയിട്ട് പാക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ പാക്ക് അയക്കുമ്പോൾ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നല്ല വെയിലും മക്കളൊക്കെ വരച്ചിട്ട് ഈ ചുമരൊക്കെ ഇതൊക്കെ ഞങ്ങൾ തേച്ച് കഴുകിയിട്ട് പെയിന്റ് കൊടുത്തിട്ട് അപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ തേച്ച് കഴുകിയതാണ്. ഇനിയിപ്പോ ഇതൊക്കെ കുറച്ചൊക്കെ തേച്ച് കഴുകാനുണ്ട്. എവിടെയും ബാക്കിയില്ല, എല്ലായിടത്തും ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി തേച്ച് കഴുകണം. ഇതാ കണ്ടോ, ഇതൊക്കെ ഇനി തേച്ച് കഴുകിയിട്ട് ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. തേച്ച് കഴുകുമ്പോൾ നന്നായിട്ട് വരുന്നു. തേച്ച് കഴുകിയിട്ട് പെയിന്റ് കൊടുത്താൽ നല്ല വൃത്തിയുണ്ട്. ബെഡ്റൂമിലും ഇത് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. മൊത്തം ഇതൊക്കെ ഇനി തേച്ച് കഴുകാനുള്ളതാണ്. അപ്പൊ നമ്മൾ തുണിയെല്ലാം ഇങ്ങനെ മടക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് പാക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മളെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനേ ഉള്ളൂ. ബാക്കി ഞാൻ നല്ല ഡ്രസ്സൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാരികളൊക്കെ വേറെ വേറെ കവറിലിട്ടിട്ട് ഞാൻ സെറ്റ് സാരി അങ്ങനത്തെ സെറ്റ് പാവാടയൊക്കെ ഞാൻ വേറെ ഒരു കവറിലിട്ട് വെച്ചു. അതുപോലെ തന്നെ മറ്റേ കളർ സാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറൊരു കവറിലിട്ടിട്ടും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ മാത്രം എടുത്തു വെച്ചാൽ മാത്രം മതി. കുറച്ച് പഴയ തുണികളൊക്കെ മടക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കാണിച്ച ചുമരൊക്കെ ഒന്ന് തേച്ച് കഴുകാം. ഒരു ഭാഗത്ത് ഇപ്പോൾ ഹാളിൽ നമ്മൾ പകുതിയൊക്കെ തേച്ച് കഴുകി പെയിൻ്റൊക്കെ കൊടുത്തു. ഇനി കുറച്ച് സൈഡൊക്കെ ഹാളും ബാത്റൂമിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് ഉണങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങും. അപ്പോൾ വൈകുന്നേരം നമുക്ക് അതിന് പെയിൻറ്റ് കൊടുക്കാമല്ലോ. പിന്നെ റൂമിലൊക്കെ പതുക്കെ തേച്ച് കഴുകുന്നുള്ളൂ, കാരണം അവിടുത്തെ ബെഡൊക്കെ ഒന്ന് എടുത്തിട്ട് തേച്ച് കഴുകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ തേച്ച് കഴുകൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി ഇവർ ബുക്കിൽ എഴുതിയതിനേക്കാളും ചുമരിലാണ് എഴുതി പഠിച്ചതെന്ന്. അത്രയൊക്കെ ഉണ്ട് കേട്ടോ. റൂമിലൊന്നും കാണാനേ പറ്റുന്നില്ല. ഹാളിലാണെങ്കിൽ ഇപ്പോൾ വൃത്തിയാക്കിയതുകൊണ്ട് ഒരു സമാധാനമായി. ഭയങ്കര എഴുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു പാക്ക് ചെയ്യുന്നതിനേക്കാളും പണിയുണ്ടത് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഇതിന് തന്നെ ഒരു 2-3 ദിവസം വേണം, കാരണം ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് തേക്കാൻ പറ്റുന്നില്ല. കൈയൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ചെറുതായിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെട്ടിയിലാണ് ഒരുവിധം പാത്രമൊക്കെ പാക്ക് ചെയ്തത്. അപ്പോൾ പാത്രമൊക്കെ പാക്ക് ചെയ്തതിന് മുകളിൽ നമ്മളൊരു തുണിയോ ബെഡ്ഷീറ്റോ പുതപ്പോ ഒറ്റ വെക്കാന്ന് വിചാരിക്കുന്നു. കാരണം അത് ഫുള്ളായിട്ട് പാത്രം വെച്ചാൽ കടകടാന്ന് സൗണ്ട്, കടകടാ കൊടുക്കടോ സൗണ്ടൊക്കെ കേൾക്കും. ഓരോരോ ദിവസം പാക്ക് ചെയ്ത് നമ്മളെ സാധനങ്ങളൊക്കെ ഇന്ന് പാക്ക് ചെയ്ത് അയക്കുന്നതാണ്. അപ്പം അതിൻ്റെ വളരെ തിരക്കിലാണെന്ന്. അപ്പം നമ്മൾ ബെഡും തലയാണിയൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ച് എല്ലാം പുറത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ കഴുകിയിട്ടൊന്ന് ഉണക്കണം, കാരണം അത് 24 മണിക്കൂർ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്ത് അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ഈ കുറച്ച് വലിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വിടും നമ്മൾ. അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലാണ്. മൊത്തം അത് നല്ല വെയിലത്ത് വെഡൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജൊക്കെ ഉണങ്ങാൻ വെച്ച ശേഷം നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ അഴിച്ചിട്ട് അതും ഒന്ന് തുടച്ച ശേഷം വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തുണിയും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിറച്ച് വെക്കാം.
അതുകൊണ്ടാണ് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലും അങ്ങനെ തന്നെയാണ്, നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ അതിലും വെക്കാം. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അയക്കേണ്ട പാക്കിംഗ് ഒക്കെ 2 കാർഡ്ബോർഡ് വെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പെട്ടിയും കൂടി ഉണ്ട്. പിന്നെ പുറത്തുണ്ട് കേട്ടോ, പുറത്താണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പിന്നെ ബെഡ് അങ്ങനത്തെ സംഭവമൊക്കെ പുറത്താണ്. പിന്നെ അത് ഒരു ബെഡ് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വെറുതെ കിടന്ന് ഉരുളാണ്. ഹായ് പറഞ്ഞു മിന്നോ. ബാക്കിയൊക്കെ ഇതാ എല്ലാം വാരി വലിച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, നമുക്ക് കുറേ പരിപാടി ഉണ്ട്. എന്നാലും അത്ര ആയതൊരു സമാധാനം എന്ന് പറയാം. പിന്നെ കിച്ചണിലൊന്നും ഇതാ പാത്രമൊന്നും ഇല്ല കേട്ടോ, ഏകദേശം ഒഴിച്ച് ഇതൊക്കെ വേസ്റ്റാണ്. ഇവിടെയൊക്കെ കുറേ തുണികൾ വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അടുത്തൊരു പാർട്ടാണ്. ഇതൊക്കെ ഇനി അടുത്തൊരു പാക്കിംഗ് ആണ്. കുറെ വേസ്റ്റും പിന്നെ അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മളെ അയക്കാനുള്ള സാധനമൊക്കെ ഇന്ന് പോകും. പിന്നെ നമുക്ക് കുറച്ച് നാട്ടിലേക്ക് കൊണ്ടുവിടാനും പിന്നെ കുറച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യോടുകൂടി, ഇതൊക്കെ നമ്മളെ കയ്യോടുകൂടി കൊണ്ടുവന്ന 2 ബാഗാണ്. അപ്പൊ ഇതിലൊക്കെ ഇനി പാക്കിംഗ് ഒക്കെ ഉണ്ട്. തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തുണിയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഷെൽഫിലൊക്കെ ഉണ്ട്. ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. പാക്കിംഗ് ഒരു വല്ലാത്തൊരു പണിയാണ് കേട്ടോ. ഭയങ്കര മടുത്തു. ഇന്ന് ഒരുപാട് മടുപ്പ് വന്നു. കാരണം ഇത്രയും ദിവസം ഇത്രയും മടുത്തില്ല. കാരണം ഇന്ന് നമുക്ക് എന്തായാലും വൈകുന്നേരം നമ്മൾ സാധനമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഭയങ്കരമായിരുന്നു പാക്കിംഗ് ഒക്കെ. ഭയങ്കര മടി പിടിച്ചൊരു പണിയായിരുന്നു ഇന്നത്തെ പണി. ഭയങ്കര കാലുവേദനയൊക്കെ നടുവേദനയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അത്രയും സാധനങ്ങൾ പാക്ക് ചെയ്തല്ലോ എന്നൊരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ സമയം ഒരു 4 മണിയായിട്ടോ, ഈവനിങ് ആയി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ ആള് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ബെഡും സ്കൂട്ടിയും ഒക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ പാക്ക് ചെയ്തിട്ടോ. നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്യുന്നവർ നമ്മുടെ സ്കൂട്ടി കൂടി കൊണ്ടുപോവാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പാക്ക് ചെയ്താണ് നല്ല രസമുണ്ട്. പെട്ടെന്ന് പാക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത ശേഷം ലാസ്റ്റ് നമ്മുടെ സ്കൂട്ടിയാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ അവർ സ്കൂട്ടിയും പാക്ക് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും അവർ ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ വലിയൊരു വണ്ടിയിൽ കയറ്റിയിട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അത് അയക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ എത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇങ്ങനെ എല്ലാം കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സാധനമൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി പാക്കിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.